രേണുസുതി അല്ലാണ്ട് ബിഗ് ബോസിൽ ഇഷ്ടമില്ലാത്ത ആരാണ്? അങ്ങനെ ആരും ഇല്ല. രേണുസുതി മാത്രമേ. രേണുസുതിനെ മാത്രമേ ഉള്ളൂ തീർത്തും ഇഷ്ടമില്ലാത്ത. രേണുസുതിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാ. ഞങ്ങൾ രീതി അങ്ങ് കട്ട് ചെയ്യും. എപ്പോഴും 24 മണിക്കൂർ സുതി ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുതിയുടെ കാര്യം പറയുന്നത് കേട്ട് ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു. ബിഗ് ബോസിന് പോയാലും സുതിയാണ്. ബിഗ് ബോസിൽ പോയാലും സുതിയാ. ശവകുടീരത്തെ പോയി ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് കരയുന്നു. അച്ഛൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതേ പോയിട്ട് അതൊക്കെ എന്നതാ, അതൊക്കെ മനുഷ്യനെ കാണിക്കാൻ. രേണുവിന്റെ നാട്ടുകാരിയാണ്. അതെ, നാട്ടുകാരിയെ. അവിടെ തന്നെയാണ്. കണ്ടിട്ടില്ലേ? ഇവിടെ അടുത്ത് തന്നെ, ഞങ്ങളുടെ പൊക്കത്താണ്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടുമുണ്ട്. ബിഗ് ബോസിൽ പോയി രേണു. ബിഗ് ബോസിൽ പോയി രേണു. പക്ഷെ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. ഞങ്ങൾ അയൽക്കാരാ. ഒരഭിപ്രായവും ഇല്ല. രേണുസുതിയെ കുറിച്ച് ഒരഭിപ്രായവും ഇല്ല. ഇവിടെ നടക്കുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ജാടിയെ. നമ്മളതിൽ നാട്ടുകാരല്ലേ, നമ്മള് ബസ് കയറാനൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരിയെ കണ്ടാ പുള്ളിക്കാരി ഒന്ന് നോക്കുകയോ പോലും ചെയ്യത്തില്ല. അതിനേക്കാൾ കഷ്ടം ഇപ്പൊ ബിഗ് ബോസിൽ പോയി കിടന്ന് കളിക്കുന്നത്. എങ്ങനെ ഒരു മനുഷ്യരെ കുറിച്ച് നമുക്കൊരു നന്മ ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് നമ്മൾ നന്മ പറയത്തുള്ളൂ. നന്മയില്ലെങ്കിൽ പിന്നെ നമ്മള് പറയുവോ? ഇപ്പൊ മോനെ ആണെങ്കിലും കണ്ടിട്ടില്ല. മോന് വഴി ഞാനൊന്ന് നിന്നു, അല്ലെ ചേച്ചി ഇപ്പം ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോഴല്ലേ നമ്മളൊരു ഒരാളെ കുറിച്ച് ഒരു നന്മ പറയത്തുള്ളൂ. ഇത് നന്മ പറയത്തക്കാടി അതൊന്നും ഞങ്ങൾക്ക് അയൽവക്കക്കാർക്കില്ല, അനുഭവം ഇല്ല. മൊത്തത്തിൽ എല്ലാ മനുഷ്യരും ഈ വാർഡിൽ എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ബസ് കയറാനൊക്കെ നമ്മൾ ഇവിടെ ഈ വളവ് അങ്ങോട്ട് തിരിയുന്ന, ഈ വളവ് അങ്ങോട്ട് കയറുന്ന. അപ്പൊ നമ്മള് ചെല്ലുമ്പോ കണ്ടിട്ടുള്ള മനുഷ്യരല്ലേ കുട്ടിപ്പാവാടയിട്ട് ഒരു കുട്ടി ഉടുപ്പ് ഇട്ട്. ബിഗ് ബോസ് ഗെയിം കാണുന്നുണ്ട്. ഗെയിം അങ്ങനെയൊന്നും കാണും. രേണുസുതിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാ. ഞങ്ങൾ രീതി അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ അങ്ങ് ആർക്ക് കിട്ടാമല്ല. പിന്നെ വേറെ നല്ല വല്ല കോമഡിയിലും കാണുന്ന നല്ലത്. ഉമ്മ അതിൽ കിടന്നുകൊണ്ട് എന്നതാ ഒരു സുധിയുടെ മരിച്ചുപോയി. അങ്ങനാണ് ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണമല്ലോ. ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണ്ടേ, എൻ്റെ സുധിച്ചേട്ടൻ മരിച്ചുപോയി, അല്ലെ എൻ്റെ ഭർത്താവ് മരിച്ചതാ. ഞാൻ പറയണല്ലോ എൻ്റെ പുള്ളിക്കാരൻ മരിച്ചാന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കണമല്ലോ. ഇത് പുള്ളിയെ കൊണ്ട് പുള്ളിക്കാരി മുതലെടുക്കുക. സുധീനെ വിറ്റ് ജീവിക്കുന്നതാണോ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെ വിറ്റ് ജീവിക്കുന്നല്ല, അങ്ങനെ തന്നെ. അവന്റെ പറയേണ്ടടുത്ത് പറയണം, അല്ലാത്തടുത്ത് എപ്പോഴും 24 മണിക്കൂർ സുധി ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുധിയുടെ കാര്യം പറയുന്നത് കേട്ട് ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു. ബിഗ് ബോസിന് പോയാലും സുധിയാണ്. ബിഗ് ബോസിൽ പോയാലും സുധിയാ. സുധിച്ചേട്ടന് വേണ്ടിയിട്ടാ എല്ലാം. അല്ലാണ്ട് സ്വന്തം കാര്യത്തിനല്ല. സ്വന്തം കാര്യമല്ല പുള്ളിക്കാരി എല്ലാം സുധിക്ക് വേണ്ടിയിട്ടാ. പുള്ളിയുടെ സ്വന്തം കാര്യമോ മക്കൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. പുള്ളിക്കാരിയെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ടിയോ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. മരിച്ചുപോയി, നമ്മള് മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയണം. പക്ഷെ ഏത് സമൂഹത്തിൽ എന്നാലും എൻ്റെ സുധി കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം. മൂത്ത ഒരു കൊച്ചനുണ്ട്, അവന്റെ കാര്യം പറയണം. കിച്ചു അവന്റെ കാര്യം പറയണം. എല്ലാവരുടെയും കാര്യം പറയണം. ഇത് പുള്ളിക്കാരി അങ്ങനെ ഒരു ഇതായിപ്പോയി. അത് കാരണം ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഇനി നമുക്കറിയത്തില്ല വേറെ കാര്യങ്ങളൊന്നും. അല്ല മറ്റേ ഈ ബിഗ് ബോസിൽ പോയിട്ട് മറ്റേ ബിഗ് ബോസിൽ ആരാണ് കൂടുതൽ ഇഷ്ടം ചേച്ചിക്ക്? എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ പറയത്തില്ല. അല്ല ഇഷ്ടം കൂടുതൽ ഇഷ്ടം അല്ല, പലർക്കും ഇഷ്ടം അനീഷിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർക്കും ഇഷ്ടം അനുവിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം അനു. അവള് കാര്യം എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാല് അനുവിനെ തന്നെയാ. അവൾ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും നല്ലൊരു, അവൾക്ക് ഇച്ചിരി ഇതൊക്കെ ഒരു കോമാളിയാണെന്നുള്ളത്. പക്ഷെ അവള് പാവം അനുവിനെ ഇഷ്ടം. അനുവിന്റെ ഭാഗമൊക്കെ വരുമ്പോ അല്ല മറ്റുള്ളവരുടെ ഒക്കെ വരുമ്പോ രേണുസൂതിയുടെ ഭാഗം വരുമ്പോ ഒരുമാതിരിപ്പെട്ട മനുഷ്യരെല്ലാം നമ്മളിപ്പോ പുറത്തോട്ട് പോവാന്ന് വെച്ചു. ബിഗ് ബോസിലെ ഒരു കാര്യം നമ്മൾ പറയാ, ബിഗ് ബോസ് കാണുന്നുണ്ടോ, ബിഗ് ബോസിലെ കാര്യം അവളാണോ രേണുസുതി, അവളെ ആദ്യം അതിനകത്ത് നിറക്കി വിടെ, അന്നേരം നമ്മള് കാണാം. ഇങ്ങനെയാ പറയുന്നത്. എല്ലാവർക്കും വെറുപ്പാണ്. ഇല്ല, എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്ര അടുത്ത് ജീവിക്കുന്ന ആൾക്കാര് നമ്മളോടൊരു ഇത് വേണ്ടേ? അങ്ങനെ ഇല്ല പുള്ളിക്കാരിക്ക്. വീട് താമസിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്ന? ഇല്ല, ഞങ്ങളാരും അറിഞ്ഞില്ല. ഈ വളവില്ല, ആ വളവ് കണ്ടോ, ആ വളവ് ചെന്ന് കയറുന്ന അവരുടെ വീട്ടിലോട്ട്. അറിയാം മോനെ? അറിയാമല്ലോ. അങ്ങനെ എന്താണ് നേരിട്ട് കാണുമ്പോ സംസാരിച്ചിട്ട് പോലുമില്ല? ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഇന്ന് വരെ ബസ് കല്ലൂരയിലൊക്കെ കയറിയാ ചിലപ്പോ പുള്ളിക്കാരി വരുന്നേ. ഇതിലേ ഉള്ള ആരാ, ഒരു കൊച്ചു കല്ലൂര് ഒരു വലിയ കല്ലൂര്. ആ കല്ലൂരയിൽ ആ പുള്ളിക്കാരി അപ്പൊ നമ്മളും രാവിലെ ചിലപ്പം ബസ്സിന് ഇവിടുന്ന് ഉള്ള ഒരു ബസ്സാണ്, നമുക്ക് ഇവിടുന്ന് ഉള്ള ഒരു ബസ്സാണ്. ആ ബസ്സിന് കയറിയാൽ നമ്മളും പോകുന്നേ. നമ്മളും പോകുമ്പോഴത്തേക്കിനും
നമ്മൾ അറിയുന്ന മനുഷ്യരാണ് ഒന്ന് ചിരിക്കുമ്പോൾ ഒന്ന് തിരിച്ചിരിക്കുക. അല്ലെങ്കിൽ ഈ റോഡേ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുക, ഒരാൾ വഴിയെ പോകുമ്പോൾ അല്ലേ ചേച്ചി, അല്ലെ നമ്മളങ്ങോട്ട് ചോദിക്കും മോനെ പുതിയതാണല്ലോ, മോൻ ഇവിടെ അടുത്തങ്ങ. അപ്പോൾ നമുക്കറിയാം ഇത് രേണുസുതി ആരാണെന്നുള്ളത് നമുക്കറിയാം. രേണുസുവിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പുറത്തുള്ള കാര്യം. ഉണ്ട്, അതൊക്കെ ഞങ്ങള് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നുണ്ട്. എന്താ കാണുമ്പോ കാണുമ്പോ എന്നാ തോന്നാൻ, ഈ കഴിഞ്ഞ ദിവസം കണ്ട് സുധിയുടെ ശവകുടീരത്തെ പോയി ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് കരയുന്നു. അച്ഛൻ പ്രാർത്ഥന ചെല്ലുമ്പോ അതേ പോയിട്ട് അതൊക്കെ എന്നതാ, അതൊക്കെ മനുഷ്യനെ കാണിക്കാൻ. സങ്കടമില്ല. ചില ഭർത്താക്കന്മാര് മരിക്കുമ്പോ ഭാര്യമാർക്ക് സങ്കടമുണ്ട്, സങ്കടമില്ലെന്നല്ല, ഭാര്യമാർക്ക് സങ്കടമുണ്ട്. പക്ഷെ അത് ഇത്രയും കാലമൊക്കെ ആയിട്ട് എപ്പോഴും അതിനെ വിറ്റ് മുതലാക്കുക. അതാണ് ഒരു മുതലാക്കല്. അപ്പൊ ബിഗ് ബോസ് ഇപ്പൊ അനുവിനാണ് ബിഗ് ബോസ് അനുവിനെ തന്നെയാ ഇഷ്ടം. രേണുസുതി അല്ലാണ്ട് ബിഗ് ബോസിൽ ഇഷ്ടമില്ലാത്ത ആരാണ്? അങ്ങനെ ആരും ഇല്ല. രേണുസുതി മാത്രമേ, രേണുസുതിനെ മാത്രമേ ഉള്ളൂ തീർത്തും ഇഷ്ടമില്ലാത്ത. ശരിക്കുള്ള സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. രേണുസുതിയെ മാത്രമേ ഉള്ളൂ, വേറെ എല്ലാരും നല്ല, ബാക്കിയുള്ളവരൊക്കെ നല്ലതാണ് രേണുസുതി അപേക്ഷിച്ച് നോക്കുമ്പോ. അവനിപ്പൊ മറ്റവനെ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവനെ അങ്ങ് ഇതാക്കുകയും. അല്ല, അക്ബർ സെപ്റ്റി ടാങ്ക് വിളിച്ച് മോശമായി പോയ പോണ്. സെപ്റ്റി ടാങ്ക് വിളിച്ചത് മോശമായി പോയ അത് മോശം. പിന്നെ അവൻ ക്ഷമ പറഞ്ഞല്ലോ, അവൻ ക്ഷമ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ എന്താണ് വേറെ അനീഷിനെ കുറിച്ചിട്ടല്ലേ? അനീഷിന് അങ്ങനെ ഉണ്ട്? അനീഷ് ഒന്നും നമുക്ക് അത് അഭിപ്രായ വ്യത്യാസം പറയത്തക്കതായിട്ടൊന്നുമില്ല. അഭിപ്രായം നല്ല അഭിപ്രായമാണ്. അനീഷൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു ഗെയിമിന് വന്ന് കളിക്കുമല്ലേ. മുടി വളർത്തിയവന്റെ നവീൻ എങ്ങനെ ഉണ്ട്? നവീന് അതും പുള്ളി കുഴപ്പമൊന്നും ഇല്ല. പുള്ളി ഒറ്റയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമെന്നൊക്കെ, കട്ടെടുത്ത് തിന്നുവെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണോ?